ഞാനൊരു 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ഞങ്ങളെല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. ഡെയിലി കുർബാനയ്ക്ക് പോകുമായിരുന്നു. ഒറ്റ ദിവസം പോലും മുടക്കിയിട്ടില്ല. ഞങ്ങളങ്ങനെയാണ് ജീവിച്ചു വന്നത്. ഞങ്ങൾ പിള്ളേർ 3 പേരും അങ്ങനെയായിരുന്നു. ഞങ്ങൾ 3 പെൺപിള്ളേരാണ്. 3 പെൺപിള്ളേർ സിസ്റ്റേഴ്സാണ്. പിന്നെ ഒരു ആങ്ങളേ ഉള്ളൂ. ആങ്ങളെ കല്യാണം കഴിച്ചു, പിള്ളേരും ഉണ്ട്, അതും വീട്ടിലുണ്ട്. ചാച്ചൻ മരിച്ചുപോയി, പിന്നെ അമ്മച്ചിയുണ്ട്. കുഞ്ഞിലെ തൊട്ടേ ഒരു സിസ്റ്റർ ആവണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ സിസ്റ്റർക്ക് ഉണ്ടായിരുന്നു. 3 പേര് ഒരു വീട്ടിൽ നിന്ന് മഠത്തിൽ ചേരുവാന്നൊക്കെ പറയുമ്പോഴത്തേനും ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത് ചിന്തിക്കുമ്പോഴത്തേനും. അപ്പോൾ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ പറഞ്ഞു, ഞങ്ങൾ 3 പേരും, ഞങ്ങൾ 4 പിള്ളേരും ഞങ്ങൾ എല്ലാ ദിവസവും ഡെയിലി പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നവരാണ്. പിന്നെ ഞങ്ങളായിരുന്നു അൾത്താരയിൽ റോസപ്പൂ, ഞങ്ങളുടെ വീട്ടിൽ കുറേ റോസപ്പൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളായിരുന്നു പൂവെല്ലാം കൊണ്ടുപോയി കൊടുക്കുന്നത് അൾത്താര അലങ്കരിക്കാനായിട്ട്. അപ്പോൾ ചെറുപ്പം തൊട്ടേ ഞങ്ങളെ മാതാപിതാക്കളൊരു ഈശോയുടെ ഭക്തിയിലാണ് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പള്ളിയിലെ സിസ്റ്റേഴ്സിനെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ സിസ്റ്ററാകണം, ഈശോയെ കൂടുതൽ സ്നേഹിക്കണം. അങ്ങനെ പിന്നെ ആദ്യം ചേച്ചി പോയി, അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോയി, അത് കഴിഞ്ഞ് പിന്നെ ആങ്ങളെയായിരുന്നു. അവന് പോകത്തില്ലല്ലോ, ഒറ്റയല്ലേ. അതിന് കുറേ കഴിഞ്ഞപ്പോൾ അനീത്തിനെ വിടിയല്ലാന്ന് പറഞ്ഞു. എല്ലാവരും അങ്ങനെ പോകണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അനീത്തി പറഞ്ഞ് ഞാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ചാച്ചൻ മരിച്ചു ആ സമയത്ത്. അപ്പോഴും അവൾ പറഞ്ഞ് ഞാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ആങ്ങൾ പറഞ്ഞു ഞാൻ വിടില്ല എന്ന് പറഞ്ഞു. അന്നേരം പള്ളിയിലെ അച്ഛൻ പറഞ്ഞു, എടാ നീ വിട്, ഇനി അവൾ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ട് അന്ന് ഞാൻ സിസ്റ്ററാകാൻ പോകാമെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് നിങ്ങൾ എന്നെ വിട്ടില്ലല്ലോ എന്ന് പറയില്ല, അവൾക്ക് അത് ഇഷ്ടമാണ് വിടാൻ പറഞ്ഞു. അങ്ങനെ അവൾ സിസ്റ്ററാകാൻ വേണ്ടി പോയി. സിസ്റ്റർ ചേച്ചിമാരും ചേച്ചി ഒരു അനിയത്തിയാണോ ഉള്ളത്? അവർ രണ്ടുപേരും ഏത് കോൺഗ്രിഗേഷനിലാണ്? ചേച്ചി അനുജത്തി CMC കർമ്മലീത്ത മഠത്തിലാണുള്ളത്. ഞാനിവിടെ. ഒരു ദിവ്യാർണീശോയോടുള്ള ഭക്തി കാരണമായിരിക്കുമല്ലോ സിസ്റ്റർ SABS? എൻ്റെ ചാച്ചൻ്റെ ചേട്ടൻ്റെ 2 മക്കൾ ഇവിടെയുണ്ട്, പിന്നെ CMCയിലും ഉണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് വന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. സിസ്റ്റർ ലൈഫിൽ സിസ്റ്റർ വൊക്കേഷൻ തിരിച്ചറിഞ്ഞ ആ ഒരു മൊമെന്റ് ഏതായിരുന്നു? 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണോ സിസ്റ്റർ മഠത്തിൽ ചേരാൻ വേണ്ടിയിട്ട്? അതെ. അപ്പം ഞാൻ അതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ല, എല്ലാ ദിവസവും ഞാൻ പള്ളിയിലൊക്കെ പോകുമായിരുന്നു എന്ന്. അപ്പം തൊട്ട് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ സിസ്റ്റർ ആകണമെന്ന്. അപ്പോൾ പള്ളിയിലെ സിസ്റ്റേഴ്സിനെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്ററായ കൊള്ളാമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ദിവ്യകാരുണ്യ ഈശോ ഇങ്ങനെ ഈ സഭയിലോട്ട് വരണം, അല്ലെങ്കിൽ ഇത് ദിവ്യകാരുണ്യത്തിൻ്റെ അങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു. നമുക്കന്ന് അങ്ങനെയൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചേച്ചി വന്ന് വിളിച്ചപ്പോൾ ഞങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നപ്പോഴാണ് ദിവ്യകാരുണ്യ ഈശോയെക്കുറിച്ച് ഒത്തിരി പഠിക്കുന്നതൊക്കെ, അനുഭവിക്കുന്നതും അറിയുന്നതൊക്കെ.